ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് നാണയപ്പെരുപ്പം വിവിധ വിഭാഗങ്ങളെ എങ്ങനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ട്രേഡേഴ്സ്, ഫിക്സഡ് സാലറിക്കാർ, അഗ്രികൾച്ചറിസ്റ്റ്, അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് ഡെറ്ററായിട്ടും ക്രെഡിറ്ററായിട്ടും വരുന്നുണ്ട്. ആസ് എ ഡെറ്റർ ഗെയിൻ, ആസ് എ ക്രെഡിറ്റർ ദേ ആർ ലൂസിങ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് ഡിസ്ഇൻഫ്ലേഷൻ. എങ്ങനെ നമ്മൾക്ക് ഈ ഇൻഫ്ലേഷൻ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. കോസ്റ്റ് ഓഫ് ഡിസ്ഇൻഫ്ലേഷൻ അത് അവർ പറയുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it will lead to a lot of problems, particularly redistribution of income, and the lower income groups suffer the most. ഇൻഫ്ലേഷൻ സമയത്ത് സാധാരണ പറയുന്നത് എന്താണ്? The rich becomes richer and the poor becomes poorer. ധനമുള്ളവര് അല്ലെങ്കിൽ പണക്കാര് വീണ്ടും വീണ്ടും പണക്കാരാവുന്നു, ദരിദ്രർ വീണ്ടും വീണ്ടും ദരിദ്രരാകുകയും ചെയ്യുന്നു. Therefore, പല രാജ്യങ്ങളിലും ഇതുകൊണ്ട് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടായിട്ടുണ്ട്. പല ഗവൺമെന്റുകളും അതുകൊണ്ട് താഴെ പോയിട്ടുണ്ട്, താഴെ വീണിട്ടുണ്ട്. അപ്പോ ഇക്കണോമിക്കലായിട്ട് മാത്രമല്ല ഇൻഫ്ലേഷന്റെ ഇഫക്റ്റ്, ഇക്കണോമിക്കലായിട്ട് മാത്രമല്ല, സാമ്പത്തികമായിട്ട് മാത്രമല്ല, പക്ഷെ സാമൂഹികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പല പോളിസി മേക്കേഴ്സും അവർ എങ്ങനെയെങ്കിലും ഇൻഫ്ലേഷനെ നിയന്ത്രിക്കണം. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ ഇന്ത്യയെ പോലത്തുള്ള പല രാജ്യങ്ങളുടെയും മോണിറ്ററി പോളിസി ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? RBI. ഇന്ന് 2 മാസത്തിൽ ഒരിക്കൽ ഇന്ത്യയിൽ RBIയുടെ നയങ്ങൾ, സാമ്പത്തിക നയം അവര് പുനരവലോകനം ചെയ്യും. ഇന്ന് 10 മണിക്ക്, രാവിലെ 10 മണിക്ക് നമ്മളുടെ RBIയുടെ ഗവർണർ ശക്തികാന്ത ദാസ് അദ്ദേഹം ഇൻഫ്ലേഷൻ വീണ്ടും കുറച്ചും കൂടെ കൂടുതലാണ്, സാധാരണ കംഫർട്ടബിൾ ആയിട്ട് തോതിൽ നിന്ന് കുറച്ചും കൂടെ കൂടുതലാണ്. പക്ഷേ there is every hope that inflation will come down. These are his words. അത്ര വലിയ പാനിക് ഉണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. ആഗോളതലത്തിൽ ചിലപ്പോൾ ഇൻഫ്ലേഷൻ ചിലപ്പോൾ കുറച്ച് നാളും കൂടെ നിൽക്കുമെങ്കിലും ഇന്ത്യയെ പോലത്തെ രാജ്യത്തിൽ അത് കാരണമാണ് ഹോക്കിഷ് ആയിട്ടുള്ള അല്ല, ഡൗവിഷ് ആയിട്ടുള്ളത്. ഹോക്ക് മീൻസ് മനസ്സിലായോ? ഹോക്ക് മീൻസ് ഒരു കഴുകൻ അല്ലെങ്കിൽ പരുന്ത്. കഴുകനല്ല, പരുന്ത്, ഹോക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെയല്ല, പക്ഷേ ഡൗവിഷ് മീൻസ് പ്രാവിനെ പോലെ. ഒരു മൈൽഡ് ആയിട്ട് സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത് 25 പോയിന്റ് ബേസിസിൽ. 25 പോയിന്റ് എന്ന് പറഞ്ഞാൽ 25% എന്നല്ല, 0.25% കൊണ്ട് നമ്മുടെ വായ്പ നിരക്ക് അതനുസരിച്ച് RBI കൂട്ടി. അപ്പൊ he is putting a lot of hope that inflation is likely to come down to a benign level. For the general knowledge. അപ്പൊ ഇൻഫ്ലേഷൻ കൂടുതലുള്ളപ്പോൾ ഗവൺമെന്റ് പലപ്പോഴും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ടൈറ്റ് മോണിറ്ററി പോളിസിയാണ്. അതുകൊണ്ട് ലക്ഷ്യം എന്താണ്? അഗ്രിഗേറ്റ് ഡിമാൻഡ്, മൊത്തം ഡിമാൻഡ് താഴേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ അപ്പോ അതനുസരിച്ച് there will be a reduction in inflation rate, and this is known as disinflation. അപ്പൊ റിഡക്ഷൻ ഇൻ ഇൻഫ്ലേഷൻ റേറ്റിനെ നമ്മൾ പറയുന്നത് ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. Then during the periods of high inflation, അപ്പൊ ഗവൺമെന്റ് റവന്യൂ, ഇൻഫ്ലേഷൻ കൂടുതലാണെങ്കിൽ ഗവൺമെന്റിന്റെ റവന്യൂ സാധാരണക്കാട്ടിയും വളരെയധികമായിട്ട് കുറയാൻ സാധ്യതയുള്ളു. ലീഡിങ് ടു എ ലോട്ട് ഓഫ് ഹ്യൂജ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഖജനാവിന് ധാരാളം പണം അവർക്ക് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ചെലവാക്കുകയും ചെയ്യും. അപ്പോൾ ഇൻ ഓർഡർ ടു ഫൈനാൻസ് ദ ഡെഫിസിറ്റ്, ആ കമ്മിയായിട്ടുള്ള തുക, ഗവൺമെന്റിന് അനുഭവപ്പെട്ടിരിക്കുന്ന കമ്മിയായിട്ട് തുക ഇത് വീട്ടുന്നതിന് വേണ്ടിയിട്ട്, നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, കൺട്രോളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് 3 പ്രധാനപ്പെട്ട മാർഗങ്ങളാണുള്ളത്. ഒന്ന് ബോറോയിങ് ഫ്രം ദ പബ്ലിക്, രണ്ടാമത്തേത് റൺ ഡൗൺ ഓൺ ഫോറിൻ എക്സ്ചേഞ്ച്, മൂന്നാമത് പ്രിന്റ് മണി. ഈ ആദ്യത്തെ 2 കാര്യവും കാരണം പല ഗവൺമെന്റുകളും കമ്മിയിലാണ്, ഡെഫിസിറ്റിലാണ്. മനസ്സിലായോ? പബ്ലിക്കിന്റെ നിന്ന് ആവശ്യമായിട്ടുള്ള പണം നേരത്തെ തന്നെ മേടിച്ചു കഴിഞ്ഞു, വിദേശത്തിന് ആവശ്യമായിട്ടുള്ള കടങ്ങൾ മേടിച്ചു കഴിഞ്ഞു.
അതിന് വേണ്ടിയിട്ട് ഒരു ഡെറ്റ് സർവീസിംഗ് എന്ന് അതിനെ പറയുന്നത്. ഹ്യൂജ് ഇൻട്രസ്റ്റ് എല്ലാ വർഷവും ഇത് ഗവൺമെന്റ് കടമെടുത്തിരിക്കുന്ന എമൗണ്ടിന് കൊടുത്തിരിക്കുക. അപ്പൊ ഫെർദർ ആയിട്ട് കടം മേടിക്കാനായിട്ട് ഇതിന് ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ ഓപ്ഷൻ മീൻസ് നമ്മുടെ കൈവശമുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് കൊണ്ട് പഴയ കടങ്ങൾ കൊടുത്തു തീർക്കുക. പ്രത്യേകിച്ചും മറ്റു രാജ്യങ്ങളിലല്ല, രാജ്യങ്ങളിൽ നിന്ന് മേടിച്ചിരിക്കുന്ന കടം ഫോറിൻ എക്സ്ചേഞ്ച് ഉപയോഗിച്ച് കൊടുത്തു തീർക്കുക. മൂന്നാമത്തെ മാർഗമാണ് പ്രിന്റ് മണി. അഡീഷണൽ ആയിട്ട് പുതിയ കറൻസി പ്രിന്റ് ചെയ്യുക. ഇതാണ് പല ഡെവലപ്പിംഗ് രാജ്യങ്ങളും റിസോർട്ട് ചെയ്യുന്നത് ഈ പ്രിന്റിംഗ് മണിയാണ്. കാരണം മറ്റ് രണ്ട് സോഴ്സസും വിദേശ നാണയം ഉപയോഗിക്കലും അതേപോലെ തന്നെ ആദ്യത്തേത് എന്താണ്, ബോറോ ഫ്രം ദ പബ്ലിക്കിൽ നിന്ന് ബോറോ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ദെൻ ഗവൺമെന്റ് സാധാരണഗതിയിൽ ഹ്യൂജ് ആയിട്ടുള്ള ഡെഫിസിറ്റ് അല്ലെങ്കിൽ കമ്മി ഉണ്ടാവുമ്പോൾ അവർക്ക് ധാരാളം ഡെറ്റ് ഉണ്ട്. അപ്പോൾ ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട്. അപ്പോൾ ഗവൺമെന്റ് ഹാസ് ടു ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സും സാധാരണ ഒരു ഗവൺമെന്റ് പല ഗവൺമെന്റുകളും കമ്മിയിൽ നിൽക്കുന്ന പല ഗവൺമെന്റുകളും എപ്പോഴും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സും കുറവായിരിക്കും. Therefore, the only way is to print money. ഇന്ത്യയിൽ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി 1990-91. മനസ്സിലായോ? അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള അന്നത്തെ ധനകാര്യമന്ത്രിയായിട്ടുള്ള പഴയ നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അദ്ദേഹമായിരുന്നു ഫിനാൻസ് മിനിസ്റ്റർ. മനസ്സിലായോ? ആ അദ്ദേഹത്തിന്റെ ഫൈനാൻസ് അന്ന് PV നരസിംഹറാവു ആയിരുന്നു നമ്മളുടെ അന്നത്തെ പ്രധാനമന്ത്രി. മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗും അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ ആയിട്ടുള്ള ഒരു മെമ്പർ ദാറ്റ് ഈസ് മൊന്തേക് സിംഗ് അലുവാലിയ. ഇവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ ഇവരാണ് ഇതിന്റെ ഈ ആഗോളവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും എല്ലാം ശില്പികൾ അവരാണ്. അവർ IMF ചെന്ന് വേൾഡ് ബാങ്കിൽ ചെന്ന് ആവശ്യത്തിന് ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള പണം കടമെടുത്ത്, പക്ഷെ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇന്ത്യക്ക് ആ കടം എടുത്ത് തീർത്തത് ആഗോളവൽക്കരണത്തിന് ഉദാരവൽക്കരണത്തിന് മേടിച്ച പണം അവർക്ക് പറഞ്ഞതിന് മുമ്പ് തന്നെ കൊടുത്തു തീർക്കാൻ സാധിക്കുകയും ചെയ്തു. അത് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് പിന്നെ പിന്നോട്ട് നോക്കേണ്ട ആവശ്യമുണ്ടായിട്ടില്ല. അന്ന് ഹിന്ദു റേറ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, 3% നമ്മുടെ വളർച്ചയുടെ തോത്. അത് കിസിംഗ് പോയിന്റ് ഡബിൾ ഡിജിറ്റ് 10% വരെ അതെത്തി. അതിനുശേഷം വീണ്ടും താഴ്ത്തോട്ട് വന്നു. നൗ ഇറ്റ് ഈസ് ഹോവറിംഗ് അറൗണ്ട് ദ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത്. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായ ഒരു പ്രധാനപ്പെട്ട കാര്യം ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും അതുപോലെ തന്നെ സ്വകാര്യവൽക്കരണമാണ്. 91 നമ്മൾക്ക് ഇതുപോലെ ക്രൈസിസ് ഉണ്ടായിരുന്നു. അന്നത്തെ നമ്മുടെ വിദേശ നാണയ ശേഖരം എന്ന് പറഞ്ഞത് വെറും 3 ആഴ്ചത്തെ വിദേശ വ്യാപാരത്തിന് മാത്രമേ ഉണ്ടായുള്ളൂ. അതായത് 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ലോക രാജ്യങ്ങൾ പലരും ഇന്ത്യയായിട്ട് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ, പിന്നെ കടമായിരിക്കും, ഇപ്പോഴൊന്നും കാശ് കിട്ടാൻ സാധ്യതയൊന്നുമില്ല എന്ന് പറയും. അപ്പൊ വിദേശ കറൻസി അബീസമലി ഇതായിരുന്നു. ഇൻഫ്ലേഷൻ റേറ്റ് ഡബിൾ ഡിജിറ്റ് ആയിരുന്നു. മനസ്സിലായി? നമ്മളിപ്പോ വി ആർ ട്രൈങ് ടു കണ്ടെയ്ൻ ഇൻഫ്ലേഷൻ 4% താഴെ നിർത്താൻ ശ്രമിക്കുമ്പോൾ അന്നത്തെ ഇൻഫ്ലേഷൻ റേറ്റ് ഏകദേശം 10% ഇൻഫ്ലേഷൻ റേറ്റും. ആൻഡ് all these high inflation put the economy out of gear and economic stability, സാമ്പത്തിക സ്ഥിരത അത് കൈവരിക്കാനായിട്ട് ഈ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കുകയും ചെയ്യും. അപ്പൊ ഇൻഫ്ലേഷന്റെ റേറ്റ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് പോളിസി മേക്കേഴ്സ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, മൊത്തം ഡിമാൻഡ് കുറക്കാൻ ശ്രമിക്കുക, അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറക്കാൻ ശ്രമിക്കുക. അപ്പൊ എന്ത് ചെയ്യണം, ഇമ്പോസിഷൻ ഓഫ് റെസ്ട്രിക്ഷൻസ്, കൺസംഷനിൽ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ കൊണ്ടുപോകണം, ഇൻവെസ്റ്റ്മെന്റിൽ എന്തെങ്കിലും നിയന്ത്രണം കൊണ്ടുപോകണം, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കട്ട് ഡൗൺ ചെയ്യണം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നാണയപ്പെരുപ്പമുള്ള സമയത്ത് യാതൊരു കാരണവശാലും ഗവൺമെന്റ് വിൽ നോട്ട് ഗോ ഫോർ അഗ്രസീവ് ഇൻവെസ്റ്റ്മെന്റ്. ആ സമയത്ത് പാലം പണിയുന്നതിന് വേണ്ടിയിട്ടും ഹൈവേ പണിയുന്നതിന് വേണ്ടിയിട്ടും അല്ലെ വന്ദേ മാതര ട്രെയിൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഇങ്ങനത്തെ പോയൊന്നുമില്ല. പരമാവധി ഗവൺമെന്റിന്റെ ചെലവ് അവർ കുറക്കാൻ സാധിക്കും. കാരണം ഗവൺമെന്റും കൂടെ ആ സമയത്ത് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ, നാണയപ്പെരുപ്പത്തിന്റെ മുകളിൽ ഗവൺമെന്റും കൂടെ പൈസ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും പണം, അതിന്റെ മൾട്ടിപ്ലയർ ഇഫക്റ്റ് മറക്കരുത്, അത്രയും പണം ജനങ്ങളുടെ കൈവശം വരും. പീപ്പിൾ വിൽ ഡിമാൻഡ് മോർ ആൻഡ് മോർ, അഗ്രിഗേറ്റ് ഡിമാൻഡ് വിൽ ഇൻക്രീസ്. അപ്പോൾ ഗവൺമെന്റ് റെസ്ട്രിക്ട് ചെയ്യണം, കൺസംഷൻ റെസ്ട്രിക്ട് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യണം, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ റെസ്ട്രിക്ട് ചെയ്യണം വേണം. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപം,
സ്വകാര്യ മേഖലയിലും പ്രൈവറ്റ് മേഖലയിലും അത് കുറയ്ക്കുമ്പോൾ ഇറ്റ് വിൽ ബി നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയുടെ തോത് ഡെഫിനറ്റ് ആയിട്ടും ഗണ്യമായിട്ട് കുറക്കും. കാരണം എന്താണ് നോക്കിയേ, റിമെമ്പർ ദാറ്റ് ദ മൾട്ടിപ്ലർ ഇഫക്റ്റ് വർക്ക്സ് ഫോർ ഡിക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഓൾസോ. മൾട്ടിപ്ലർ ഇഫക്റ്റ് ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റിന് മാത്രമല്ല, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലർ ഇഫക്റ്റ് ഓൾസോ വർക്ക്സ് ഇൻ ദിസ് ഡിക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്. ഫർദർ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് കുറയുമ്പോൾ നമ്മളുടെ അൺഎംപ്ലോയ്മെന്റ് ഒരു രാജ്യത്തിൽ ഗണ്യമായിട്ട് വർദ്ധിക്കുകയും ചെയ്യും. അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഫിലിപ്സ് കർവ് എന്ന് പറഞ്ഞൊരു മോഡ്യൂളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ആ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. എന്താണ് ദ റിലേഷൻ, ദ ട്രേഡ് ഓഫ്, വാട്ട് ഇസ് എ മീനിങ് ട്രേഡ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സാധനം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ മറ്റൊരു സാധനമോ അല്ലെങ്കിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റിയോ നമുക്ക് വേണ്ടാന്ന് വെക്കണം. അതാണ് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥമാണ് ഒരു സാധനം നമ്മൾ ചൂസ് ചെയ്യുന്നതിന്, അപ്പൊ നമ്മൾ വേറൊരു സാധനം അല്ലെങ്കിൽ വേറൊരു ഓപ്പർച്യൂണിറ്റി വേണ്ടാന്ന് വെക്കുക, അതിനെ പറഞ്ഞത് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. ഇനി സാക്രിഫൈസ് റേഷ്യോ നമ്മൾക്കറിയാം. രാജ്യത്തിന്റെ വളർച്ചയുടെ തോത് കുറവാകുമ്പോൾ നമ്മുടെ ഫിസ്ക്കൽ ടാർഗറ്റ്സ് ഉണ്ട്. ഫിസ്ക്കൽ ടാർഗറ്റ്സ് മീൻസ് ഗവൺമെന്റിന്റെ ഖജനാവ് ഉദ്ദേശിക്കുന്ന പണം, റവന്യൂ ജനറേഷൻ അത് അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യുകയും ചെയ്യും. കാരണം there is low growth rate slows down while the government expenditure increases due to cost escalations. Appo government fiscal deficit is a source of not only inflation but also government debt. Government fiscal deficit, ഗവൺമെന്റിന്റെ വീണ്ടും കടം വർദ്ധിക്കും. ഫിസ്ക്കൽ ഡെഫിസിറ്റ് വരുമ്പോ മനസ്സിലായോ, ദൈനംദിന കാര്യങ്ങൾക്ക് ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പൈസ ചെലവാക്കണം. ഇപ്പൊ നമ്മുടെ കേരള ബഡ്ജറ്റ് നിങ്ങൾ പലവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സെൻട്രൽ ബഡ്ജറ്റ് ഇത്ര രൂപ വരുമാനം. വ്യക്തികളെ പോലെയല്ല, നമ്മൾ ഓരോരുത്തരും പോലെയല്ല. എനിക്ക് ഇന്ന് എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ എനിക്കും 20 രൂപ തരും, അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ബസ് കാശ് അടക്കം ഞാൻ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണം. എനിക്ക് എല്ലാ ദിവസവും ആയിരത്തിനും കൂട്ടുകാരത്തിനും കടം മേടിക്കാൻ പറ്റൂല. അവസരം ആളിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ വലിയ മാറിക്കോ കടം മേടിക്കാൻ പറ്റണം. മനസ്സിലായോ? സോ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെ മാത്രമേ ഇത് അവർക്ക് സാധിക്കുകയുള്ളൂ. കോസ്റ്റ് എസ്കലേഷൻ, അവരുടെ ഡെഫിസിറ്റ് ഗണ്യമായിട്ട് വർദ്ധിച്ചു വരും. ഇറ്റ്സ് എ സോഴ്സ് ഓഫ് നോട്ട് ഓൺലി ഇൻഫ്ലേഷൻ ബട്ട് ഓൾസോ ദ ഗവൺമെന്റ് ഡെറ്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഈസ് ഇൻ ടേംസ് ഓഫ് സാക്രിഫൈസ് റേഷ്യോ. വെരി ഓഫൺ നമ്മുടെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ നമ്മൾ സാക്രിഫൈസ് റേഷ്യോ. എന്താണ് സാക്രിഫൈസ് റേഷ്യോ? പെർസെൻറ്റേജ് ലോസ് ഓഫ് ഔട്ട്പുട്ട്, inflation കാരണം divided by the percentage decline in inflation rate is known as sacrifice ratio എന്ന് പറയുന്നത്. ഇനി അടുത്തത് കോൾഡ് ടർക്കി. ഇതെല്ലാം നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യുക. കോൾഡ് ടർക്കി ഓർ ഗ്രാജുവലിസം. രണ്ട് വിധത്തിലുള്ള ഒപ്പീനിയനാണ് ഇതുള്ളത്. എങ്ങനെ ഇൻഫ്ലേഷൻ ടാക്കിൾ ചെയ്യണം? ഒരു വിഭാഗമാണ് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ്, മറ്റൊരു വിഭാഗമാണ് കെയ്ൻസ് പറയുന്നത്. അപ്പൊ ക്ലാസിക് ഇക്കോണമിസ്റ്റ് പറയുന്നത് ദാറ്റ് ഈസ് സജസ്റ്റ് ദാറ്റ് ഡിസ്ഇൻഫ്ലേഷൻ പ്രോസസ് ഷുഡ് ബി റാപ്പിഡ്. എന്താണ് ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്? നമ്മൾ എങ്ങനെ ഇൻഫ്ലേഷൻ നമ്മൾ ടാക്കിൾ ചെയ്യാൻ. അപ്പൊ എന്ത് നടപടിയോ നമ്മൾ ഇൻഫ്ലേഷൻ നിയന്ത്രിക്കാൻ അത് പെട്ടെന്നായിരിക്കണം. ഇതാണ് ആര് പറയുന്നത്? ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് പറയുന്നത്. അത് കാരണം അവരെ പേരിട്ടേക്കുന്ന, ഈ വിഭാഗത്തിന് പേരിട്ടേക്കുന്നതാണ് കോൾഡ് ടർക്കി. ദ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ്, ദി സ്ട്രാറ്റജി സംടൈംസ് റിഫേർഡ് ടു ആസ് കോൾഡ് ടർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ അഭിപ്രായത്തിൽ ഗവൺമെന്റ് പോളിസി ഓഫ് ഡിസ്ഇൻഫ്ലേഷൻ ഷുഡ് ബി വിസിബിൾ. ജനങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയായിരിക്കണം. സേ ഫോർ എക്സാമ്പിൾ ഇന്ന് 0.25 ബേസിസ് 25 പോയിന്റ് ബേസിസിൽ ഇന്ന് ഇത് കട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അറിയാം. നോബഡി ഈസ് കംപ്ലൈനിങ്. അവർക്ക് എല്ലാവർക്കും അറിയാം ഇൻഫ്ലേഷന്റെ തോത് വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ദ ഗവർണർ ഹാസ് ടേക്കൺ ദ റൈറ്റ് ഡിസിഷൻ. അപ്പൊ ഷുഡ് ബി വിസിബിൾ. കാരണം പീപ്പിളിന്റെ അടുത്ത് നിന്ന് ഇതുപോലെ തന്നെ ഇവിടെ 2 രൂപ സെസ് കൂട്ടി, പെട്രോളിനും ഡീസലിനും സെസ് കൂട്ടി നമ്മൾ ഇന്നും കുറെ പാവങ്ങൾ പോയി തല്ലുകൊണ്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് കുറക്കുന്നതിന് വേണ്ടിയിട്ട്, ജനങ്ങളെ ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ അവർ പോയി സമരങ്ങളൊക്കെ ചെയ്യുന്നത്. എന്താണ്? സെസ് കുറക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ പീപ്പിൾ ഷുഡ് ബിലീവ് ദാറ്റ് ദ ഗവൺമെന്റ് ഈസ് സിൻസിയർലി ട്രൈങ് ടു റെഡ്യൂസ് ഇൻഫ്ലേഷൻ. അപ്പൊ ജനങ്ങൾക്ക് വിശ്വാസം വേണം. ഇവര് വെള്ള ചാർജ് കൂട്ടുന്നുണ്ട്, കറണ്ട് ചാർജ് കൂട്ടുന്നുണ്ട്, മനസ്സിലായോ? ബിൽഡിംഗ് ടാക്സ് കൂട്ടുന്നുണ്ട്, പിന്നെ സെസ് കൂട്ടുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കൂട്ടുന്നുണ്ട്. എന്താണ് ചെയ്യുന്നത്? ജനങ്ങൾക്ക് വാട്ട് ദീസ് പീപ്പിൾ ആർ ഗെറ്റിംഗ് ഇൻ റിട്ടേൺ.
വൈകായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കില്ല. അപ്പോൾ ഇൻ ദ പ്രോസസ് ഇറ്റ് വിൽ റെഡ്യൂസ് ദ എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ. ഇനി കെയ്ൻസ് പറയുന്നതാണ് whatever method we make to reduce inflation, it should be a gradual approach. അത്ര ധൃതി തന്നെ പിടിക്കേണ്ട. There are several frictions in the economy. ഗ്രാജുവൽ അല്ലെങ്കിൽ റാപ്പിഡ് ആയിട്ട് എന്തെങ്കിൽ രാജ്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവും, സോഷ്യൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഗ്രാജുവലായിട്ട് ജനങ്ങളെ കൂടുതലായിട്ട് സഫർ ചെയ്യിപ്പിക്കാത്ത രീതിയിൽ കൂടി there are several wage contracts which require time to expire. ഇവിടെ എപ്പോഴും പറയുന്നത് ട്രേഡ് യൂണിയനും വേജ് കോൺട്രാക്റ്റും. അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് കൂടാൻ പറ്റിയൊന്നുമില്ല. ഡ്രാസ്റ്റിക് ആയിട്ടുള്ള സ്റ്റെപ്പുകളൊന്നും പെട്ടെന്ന് എടുക്കാൻ പറ്റിയൊന്നുമില്ല. കാരണം വേജ് കോൺട്രാക്ട് ഉണ്ട് 5 വർഷമാണെങ്കിൽ ഇപ്പൊ കേരളത്തിൽ ശമ്പള കമ്മീഷൻ വരുന്നത് 5 വർഷത്തിലാണ്. അപ്പൊ 5 വർഷത്തിലുള്ള റാപ്പിഡ് ആയിട്ട് ഇതുണ്ടെങ്കിൽ അവർ പറയും നിങ്ങളുടെ ശമ്പള കമ്മീഷൻ വെച്ചിരിക്കുന്നത് ഫോർ 5 years ആണ്. കേന്ദ്രത്തിലാണെങ്കിൽ അത് 10 വർഷമാണ്. അപ്പൊ 10 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ടോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇനി ബുദ്ധിമുട്ടാണോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടക്കാറ്റ് വെച്ച് കുറച്ച് ഇന്ററിമായിട്ട് താൽക്കാലികമായിട്ട് ചില ഇൻസെന്റീവ്സ് തരാം. അതാണ് നമ്മൾ പറയുന്നത് ക്ഷാമവിത്ത എന്ന് പറയുന്നത്. ഇക്കോണമി required time to expire, thus some time is required to adjust the new inflation target. അപ്പൊ പെട്ടെന്ന് ഇൻഫ്ലേഷൻ ടാർഗറ്റ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റൂല. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് പീരീഡിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ചിലപ്പോൾ വളരെ കൂടുതലായിരിക്കും. കെയ്ൻസ് പറയുന്നതാണ് കോൾഡ് ടർക്കി അപ്രോച്ച് മേ നോട്ട് ലോവർ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ. കോൾഡ് ടർക്കി റാപ്പിഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ വേണം. അത് ചിലപ്പോൾ ഇൻഫ്ലേഷൻ ചിലപ്പോൾ കുറക്കാൻ സാധിച്ചെന്ന് പറയില്ല. കാരണം എന്താണ്, ജനങ്ങൾക്ക് സംശയമുണ്ടാകും വെദർ ഇറ്റ് ഈസ് പോസിബിൾ ഇത്രയും പെട്ടെന്ന് ഇൻഫ്ലേഷൻ താഴേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ ഇല്ലെന്ന് അറിയാൻ പാടില്ല. ഇത് കൂടാതെ അവരുടെ അഭിപ്രായത്തിൽ ദ കോസ്റ്റ് ഓഫ് റാപ്പിഡ് ഡിക്ലൈൻ ഇൻ ഇൻഫ്ലേഷൻ വുഡ് ബി എനോർമസ്. പെട്ടെന്നൊന്നും അങ്ങോട്ട് മനസ്സിലായോ? അതനുസരിച്ച് അതിന്റെ പ്രത്യാഘാതങ്ങൾ മറ്റു ഏതെങ്കിലും മേഖലയിൽ ഉണ്ടാകും. ഇൻ ടേംസ് ഓഫ് ഹൈ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് അൺസസ്റ്റൈനബിൾ പൊളിറ്റിക്കലി. That is all with this. Now we go to the other one, that is a Phillips curve. Phillips curve is nothing. നമുക്കറിയാം 2 യൂണിറ്റ്സിൽ നമ്മുടെ 2 യൂണിറ്റ്സിലും ഇൻഫ്ലേഷനെ കുറിച്ച് ഇത്ര നാൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ വാട്ട് ഈസ് ദാറ്റ്? There is a sustained and general increase in the prices of goods and services. അപ്പോൾ ഇൻഫ്ലേഷന്റെ പ്രത്യേകത എന്താണ്? വാല്യൂ ഓഫ് മണി കുറഞ്ഞു പോകുന്നു. അതിന്റെ അർത്ഥം പർച്ചേസിംഗ് പവർ ഓഫ് ദ ഹൗസ് ഹോൾഡ്സ് ഗണ്യമായിട്ട് കുറഞ്ഞു പോകുന്നു. ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ നമ്മളുടെ എക്സ്ചേഞ്ച് റേറ്റിനെയും വിദേശ കറൻസിയെയും അതനുസരിച്ച് കാര്യമായിട്ട് ബാധിക്കും. കാരണം എന്താണ്? വിദേശത്ത് നിന്ന് നമ്മൾ നാണയപ്പെരുപ്പം, ഇന്ത്യയിൽ നാണയപ്പെരുപ്പം കൂടുതലാണെങ്കിൽ, വില കയറ്റം കൂടുതലാണെങ്കിൽ യാതൊരു കാരണവശാലും മറ്റ് വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് മേടിക്കാനായിട്ട് ഇഷ്ടപ്പെടില്ല. അവർ they will go to some other place. ഇതിനെക്കാട്ടി ചീപ്പായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളുണ്ടാവും, അവിടെ ചെന്ന് മേടിക്കും. അപ്പൊ ഇന്ത്യയുടെ എക്സ്പോർട്ട് കുറയും. എക്സ്പോർട്ട് കുറയുമ്പോൾ സ്കേഴ്സ് ആയിട്ടുള്ള പരിമിതമായിട്ടുള്ള വിദേശ നാണയ ശേഖരവും ഇന്ത്യയിൽ അതനുസരിച്ച് കുറഞ്ഞു പോവുകയും ചെയ്യും. നമുക്കറിയാം increase in the rate of inflation. Inflation is caused by various factors. നമുക്കറിയാം ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ട്, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഉണ്ട്. അക്കോർഡിംഗ്ലി 2 രീതിയിൽ കൂടി നമ്മൾക്ക് പറഞ്ഞ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. സോഷ്യൽ ഫീച്ചർ അപ്പാർട്ട് ഫ്രം ഇൻഫ്ലേഷൻ ഈസ് അൺഎംപ്ലോയ്മെന്റ്. ദെൻ ഈ ഇൻഫ്ലേഷൻ കൊണ്ട് പിന്നെ ഇഷ്ടം പോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ജനങ്ങൾക്ക് ഏതൊക്കെയാണ്? അൺഎംപ്ലോയ്മെന്റ്, വേർ healthy persons who are willing to work. ഞാൻ ജോലി ചെയ്യാൻ നിലവിലുള്ള കൂലിയിൽ ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ്. അത് ഞാൻ പറയുന്നത് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് മീൻസ് വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. കുറച്ച് ധനികരായ കുടുംബത്തിൽ അവർ പറയും ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. കാരണം എന്താണ്? എനിക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ അച്ഛൻ്റെ ഒക്കെ ബിസിനസ് അതൊക്കെ നോക്കി നടക്കും. at the same time he is not doing anything. എന്നാ പറഞ്ഞാൽ I don't want to go and work. I am otherwise well off. അങ്ങനെ പറഞ്ഞാൽ വോളണ്ടറി ആയിട്ട് ജോലിക്കൊന്നും പോകാതെ നിൽക്കുന്നത്. നേരെ മറിച്ച് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റ് മീൻസ് ഐ ആം റെഡി ടു ഗോ ഫോർ വർക്ക് പ്രൊവൈഡഡ് യു ഗിവ് മീ വർക്ക് at the existing wage. അതിനെ പറഞ്ഞത് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്. ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഇൻകം ലോസ് ടു ദ ഫാമിലി. ഇറ്റ് പുട്ട്സ് എ പേഴ്സൺസ് മൊറൽ ഡൗൺ. ഒരു ജോലിയില്ല, താടി മലത്തി നീച്ച മലത്തി ബീഡിയും മേടിച്ചിട്ട് നടക്കും. കാരണം എന്താ? ഒരു ജോലിയില്ല. ജോലിക്ക് കുറെ എണ്ണം ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. ഐ ആം റെഡി ടു വർക്ക്.
10 രൂപയെങ്കിൽ 10 രൂപ അത് കിട്ടിയേച്ചാൽ മതി. 500 രൂപ 500, ഇന്നിപ്പോൾ 1000 രൂപ 1200 ആളുകൾ ആവശ്യപ്പെടുമ്പോൾ എനിക്ക് ഒരു 500 രൂപ കിട്ടിയാൽ ഞാൻ ജോലിക്ക് പോകാം. അതിനാ പറഞ്ഞത് ഇറ്റ് റിസൾട്ട്സ് ലോസ് ഓഫ് at the aggregative level, the result is in the loss of valuable human resources. Capable ആയിട്ടുള്ള ആളുകൾ ഞാൻ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഞാൻ എപ്പോഴും കാണുമ്പോൾ ഞാൻ നോക്കും, വളരെ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ. ഏതെങ്കിലും കടയുടെ മുമ്പിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുക, സെക്യൂരിറ്റി ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് എ ലോട്ട് ഓഫ് ഫിസിക്കൽ വർക്ക്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്, സെക്യൂരിറ്റി അവിടെ ഇരിക്കുക. പലപ്പോഴും ഇച്ചിരി പ്രായമുള്ളവരൊക്കെ ആയിരിക്കും, പക്ഷെ ചില സ്ഥലത്തൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം വെരി ആക്റ്റീവ് ആൻഡ് കിക്കിങ് ആയിട്ടുള്ള ആളുകളൊക്കെ വളരെയധികമായിട്ട് പിന്നെ ഈ സെക്യൂരിറ്റി പണിക്കൊക്കെ പോകുമ്പോൾ അവരുടെ ഫിസിക്കൽ എഫർട്ട്സ് വളരെ നശിച്ചുകൊണ്ടിരിക്കണേ. ഞാൻ ഒരു തൊഴിലിനെ കുറ്റം പറഞ്ഞില്ല, പക്ഷെ ഞാൻ പറയുന്നത് യു ക്യാൻ ടേക്ക് ഇറ്റ് ഫോർ യുവർ സെൽഫ് ആസ് എ റിസൾട്ട്. സോ അല്ലാതെ ആ ജോലി മോശമാണെന്നല്ല പറയുന്നത്. ഐ തിങ്ക് ദേ ആർ ആക്ച്വലി കേപ്പബിൾ ഓഫ് ഡൂയിങ് സംതിങ് അതർ വർക്ക് ബിക്കോസ് ഓഫ് ദേ ആർ ബെറ്റർ ഫിസിക്. ഒരു നല്ല ആരോഗ്യമുള്ളത് കൊണ്ട്. അപ്പൊ ഇതാണ് പറഞ്ഞത്, the services of these unemployed persons could have been productively utilized in production of goods and services. അപ്പൊ ജോലി ചെയ്യാൻ തയ്യാറാണ് നിലവിലുള്ളവർ, പക്ഷെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അവരാവശ്യത്തിന് സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ റെഡിയാണ്. അപ്പൊ ഇൻഫ്ലേഷനും അതേപോലെ അൺഎംപ്ലോയ്മെന്റും രണ്ടും the both sides of the same coin ആണ്. They are important evils of the society. Social implication of എന്താണ് inflation and unemployment are far more serious. These problems can lead to political instability, social distress, etc. Economists പലവരും they have been actually arguing for the relationship between inflation and unemployment. Classical economists അവർ advocated independence of real sector from the monetary sector. Then unemployment ഒരു real variable ആണ്. Inflation pertains to the monetary sector. അപ്പൊ നാണയപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ മോണിറ്ററി സെക്ടർ മാത്രം സ്വാധീനിക്കുന്ന, കാരണം അൺഎംപ്ലോയ്മെന്റിന് ഒരു റിയൽ വേരിയബിൾ ആണ്. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു അഫക്ട് മച്ച്. ഇതാണ് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റിന്റെ യഥാർത്ഥത്തില് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റിന്റെ വേർഷൻ. അപ്പോൾ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് അവർക്കൊരു നല്ലൊരു റിലേഷൻഷിപ്പ്, ഈ ബന്ധം ബിറ്റ്വീൻ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റ് ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് എന്താ പറയുന്നത്? an increase in money supply will lead to an increase in price level. An increase in money supply will lead to an increase in price level, leaving behind the level of output unchanged. ഔട്ട്പുട്ടിന് വ്യത്യാസം ഉണ്ടാവില്ല. ഇൻക്രീസ് ഇന്ന് എന്താണ്? അക്കോർഡിംഗ് ടു ദ മണി സപ്ലൈ വിൽ ഇൻക്രീസ് ദ പ്രൈസ് ലെവൽ വിത്തൗട്ട് എനി ഇഫക്ട് ഓൺ ദി ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് വിൽ റിമെയിൻ ദ സെയിം. But flexibility in wage rate is ruled out the possibility of a person being unemployed. അപ്പൊ അവർക്ക് പറയാൻ പറ്റില്ല. The flexibility wage rate ഉണ്ടാകുന്ന ഫ്ലെക്സിബിലിറ്റി കൊണ്ട്, കോൺസ്റ്റന്റ് അല്ല, ഫിക്സ്ഡ് അല്ല, ഫ്ലെക്സിബിലിറ്റി കൊണ്ട് they ruled out the possibility of a person being unemployed. അപ്പൊ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് നെവർ തോട്ട്, അവർ ഒരിക്കലും വിചാരിച്ചില്ല അൺഎംപ്ലോയ്മെന്റ് ഒരു പ്രശ്നമാണെന്ന് വിചാരിച്ചില്ല. അത് കാരണം മോണിറ്ററി വേരിയബിൾസ് ഉണ്ട്, മണി സപ്ലൈ ഹാവ് റിയൽ ഇംപ്ലിക്കേഷൻസ്. അവർ കൂടുതൽ പ്രാധാന്യം മോണിറ്ററി വേരിയബിൾസ് ആണ് കൊടുത്തത്. The transmission mechanism suggested by him is as money supply increases, there is a decline in the rate of interest. Money supply കൂടുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിന് കുറവ് വരും. ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്? ഇറ്റ് വിൽ ലീഡ് ടു ഹയർ ഇൻവെസ്റ്റ്മെന്റ്. ഹയർ ഇൻവെസ്റ്റ്മെന്റ് ലീഡ്സ് ടു എംപ്ലോയ്മെന്റ്, ഹയർ എംപ്ലോയ്മെന്റ് ആൻഡ് ഔട്ട്പുട്ട്. അപ്പൊ മണി സപ്ലൈ ആണ് അവർക്ക് പ്രധാനമായിട്ട് അത് എംപ്ലോയ്മെന്റിനെയും ഇൻവെസ്റ്റ്മെന്റിനെയും എല്ലാ കാര്യങ്ങളും ഇത് ചെയ്യുന്നത്. അപ്പോൾ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യിക്കുക, ഇൻട്രസ്റ്റ് റേറ്റ് കുറവ് വരും. ഇൻട്രസ്റ്റ് റേറ്റ് കുറവ് വരുമ്പോൾ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻവെസ്റ്റ്മെന്റ് കൂടും. ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ കുറെ ആളുകൾക്ക് തൊഴിൽ കിട്ടും. അങ്ങനെ ഉൽപാദനം വർദ്ധിക്കുകയും ചെയ്യും. ഇനി ലേബർ ഇസ് ഡിമാൻഡഡ്. നമുക്കറിയാം ഉൽപാദനത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഉൽപാദന ഘടകമാണ് ലേബർ എന്ന് ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നതാണ്. അപ്പൊ തൊഴിലാളികൾക്ക് എന്താണ് കിട്ടുന്നത്? റിട്ടേൺ ഫോർ വർക്ക് they are rewarded with wages. ഒരു സെക്കൻഡ്. നമുക്കറിയാം ലേബർ മാർക്കറ്റിൽ ഇക്വിലിബ്രിയം ലെവൽ
wage rate is determined by the forces of demand and supply of labor for labor. Then human beings supply labor at higher wage. കൂടുതൽ വേജസ് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അവർ കൂടുതൽ ജോലി ചെയ്യാനായിട്ട് തയ്യാറാണ്. പക്ഷേ ഫേംസ് ഡിമാൻഡ് ലോവർ ക്വാണ്ടിറ്റി ഓഫ് ലേബർ വെൻ ദ വേജ് റേറ്റ് ഈസ് വെരി ഹൈ. ഇതാണ് എൻ്റെ പ്രത്യേകത. പക്ഷേ തൊഴിലാളികൾ കൂടുതൽ വേജ് റേറ്റ് കൂടുതലുള്ളപ്പോൾ തൊഴിൽ ചെയ്യാൻ സന്നദ്ധയാണെങ്കിലും ഈ പിന്നെ ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ ദി എംപ്ലോയേഴ്സ് ദേ ഡിമാൻഡ് low amount of labor when the wage rate is very, very high. അപ്പോൾ supply of labor has a positive relationship with the wage rate, while demand for labor has got a negative relationship with the wage rate. Supply of labor, they are പോസിറ്റീവ് റിലേഷൻസ്. കൂടുതലാണെങ്കിൽ വേജ് റേറ്റ് കൂടുതലാണെങ്കിൽ കൂടുതൽ ഞങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഡിമാൻഡ് ഫോർ ലേബർ എന്താണ്? നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. കാരണം വേജ് റേറ്റ് പിന്നെ വർദ്ധിക്കുമ്പോൾ അവർ കുറച്ച് തൊഴിലാളികൾ മാത്രമേ ജോലിക്ക് എടുക്കുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്. ദി അതർ വൺ ഈസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ലൈക്ക് ജസ്റ്റ് സപ്ലൈ പോലെ ഇറ്റ് ഈസ് എ അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ്. അപ്പോൾ നമ്മൾ ഫിലിപ്സ് കർവ് നമ്മൾ ഇത് ചെയ്യാൻ പോണേ. What is the relationship between inflation and unemployment given by the Phillips curve? നമ്മൾ അനലൈസ് ചെയ്യണേ. ആദ്യം തന്നെ പറയാം, നമ്മൾക്ക് കുറച്ച് കൺസെപ്റ്റുകൾ പറയാനുണ്ട്. ഒന്ന് ലേബർ ഫോഴ്സ് എത്രയാണ്? ഓക്കെ, 16 വയസ്സിനും 64 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളെയാണ് ഒരു രാജ്യത്തിന്റെ ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത്. 16 വയസ്സ്. ഇപ്പൊ നമുക്ക് 18 വയസ്സിന് മുകളിൽ ആളുകൾക്ക് ജോലിക്ക് ഗവൺമെന്റ് സെക്ടറിലൊന്നും ജോലി കൊടുക്കുകയൊന്നുമില്ല, അല്ലെങ്കിൽ ചൈൽഡ് ലേബർ ആവും. അപ്പൊ ഇവിടെ പറയുന്നത് 16 വയസ്സിനും 64 വയസ്സ്. 64 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ബിക്കം ഡിപ്പെൻഡൻസ്. 16 വയസ്സിന് താഴെ ദേ ബിക്കം ഡിപ്പെൻഡ്. വെൻ യു ആർ സ്റ്റുഡന്റ് യു ആർ ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ പേരൻസ്. 64 വയസ്സ് കഴിയുമ്പോൾ യു റിട്ടയർ ഫ്രം സർവീസ് ആൻഡ് യു ബിക്കം എ ഡിപ്പെൻഡന്റ്. അപ്പോൾ ലേബർ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിനകത്ത് ബോത്ത് എംപ്ലോയിഡ് ആൻഡ് അൺഎംപ്ലോയിഡ് ഉണ്ട്. 16 തൊട്ട് 64 വയസ്സ് വരെയുള്ള ആളുകൾ എല്ലാവരും തന്നെ ലേബർ ഫോഴ്സ് ആണ്. അതിനകത്ത് കുറച്ച് പേർക്ക് മാത്രമേ ജോലി ഉണ്ടാവുള്ളൂ, മറ്റുള്ളവർക്ക് ജോലി ഇല്ലാതിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ദേ ആർ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്, ദേ ആർ വില്ലിംഗ് ടു വർക്ക്. പക്ഷെ അവർക്ക് നിലവിലുള്ള കൂലിയിൽ അവർ ജോലി ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ അവർക്ക് ജോലി കിട്ടുന്നില്ല. അപ്പൊ ദ പേഴ്സൺ ഇപ്പൊ ഇതിനകത്ത് ദ പേഴ്സൺസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ലേബർ, ഈ 16നും 64നും ഇടയ്ക്ക് ജോലി ചെയ്യുന്ന ആളുകളുടെ പിന്നെ എല്ലാ ലേബർ ഫോഴ്സിന്റെ ഉള്ള ആളുകൾ, അതിനുശേഷമുള്ള ആളുകൾ ഇൻക്ലൂഡ് റിട്ടയർഡ് ആളുകളുണ്ട്. ദെൻ അസുഖം ബാധിച്ച് അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. കീപ്പിംഗ് ഹൗസസ്, വീട്ടമ്മമാര് ഇഷ്ടംപോലെ ജോലി ചെയ്യുന്നുണ്ട്. രാവിലെ 5 മണിക്ക് എഴുന്നേക്കും, കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ഇറങ്ങി 5 മണിക്ക് ബാങ്കിൽ എഴുന്നേക്കും. രാത്രി കിടക്കുന്നത് എല്ലാം കഴിഞ്ഞ് 10 മണി 11 മണി ആകുമ്പോഴാണ് അവർ പോയി കിടക്കുന്നത്. നോബഡി ഗീവ്സ് ദം എനിത്തിങ്. ഒരു ജോലിയായിട്ട് ഇതുവരെ കണക്കാക്കിയിട്ടില്ല. ഇത് അവരുടെ മനസ്സിലായ അവരുടെ ബാഡ് ലക്ക് എന്ന് പറയാം. ഓർ സിംപ്ലി നോട്ട് ലുക്കിംഗ് ഫോർ വർക്ക്. ഇനി വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നാരോ ആണ്. 16നും 64 വയസ്സിനും ഇടയ്ക്ക് വർക്ക് ഫോഴ്സ് മീൻസ് ഓൺലി ദോസ് പീപ്പിൾ ഹു ആർ എംപ്ലോയിഡ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലേബർ ഫോഴ്സും അതുപോലെ തന്നെ വർക്ക് ഫോഴ്സും ആണ് ദ നമ്പർ ഓഫ് അൺഎംപ്ലോയിഡ് എന്ന് പറയുന്നത്. ദെൻ by employed persons we mean those who perform any paid work. അപ്പോൾ ഹോം മേക്കേഴ്സ് അത് കാരണം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആൻഡ് ദോസ് ഹു ഹാവ് എന്തെങ്കിലും ജോലിയുള്ളവർ. ഓൺ ദി അതർ ഹാൻഡ് അൺഎംപ്ലോയിഡ് കാറ്റഗറി ഇൻക്ലൂഡ്സ് അബൌട്ട് the people who are not employed but actively looking for work. But involuntary unemployment എന്ന് പറയും. We did not take into account those who are not in the labor force. കാരണം അറിയാല, we define unemployment rate as the number of unemployed divided by the total labor force. എന്നോട് പറയാം, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the number of unemployed divided by the total labor force. The unemployment ഇവിടെ ഞാൻ പറഞ്ഞത് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്. ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഞാൻ വീണ്ടും പറയുകയാണ്, I am ready to go and work. നിലവിലുള്ള വേജിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ ഐ ഡോണ്ട് ഗെറ്റ് വർക്ക്. ദിസ് കൺസെപ്റ്റ് ഇംപ്ലൈസ് ദാറ്റ് പീപ്പിൾ ഹു ആർ വില്ലിംഗ് ടു വർക്ക് അറ്റ് ദ പ്രിവെയിലിംഗ് വേജ് റേറ്റ് ബട്ട് കനോട്ട് ഫൈൻഡ് എനി വർക്ക്. ഇനി 3 തരത്തിലുള്ള അൺഎംപ്ലോയ്മെന്റ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്.
ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന കാലതാമസം കൊണ്ട് ഉണ്ടാകുന്ന തൊഴിലില്ലായ്മ നമ്മൾ പറയുന്നത് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. ചിലവർക്ക് ഉണ്ട്, മനസ്സിലായോ? ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ഇത് ചെയ്യുമ്പോൾ അവർ ആദ്യം തന്നെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കും. റെസിഗ്നേഷൻ ലെറ്റർ 3 മാസത്തിന് മുമ്പ് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഒന്നും കൊടുക്കില്ല. റെസിഗ്നേഷൻ കൊടുത്തുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യാ, അടുത്ത ചിലപ്പോൾ 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ചില നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും, അവർ പറയും ഞാനിപ്പോൾ ഒന്നും പോകുന്നില്ല, എന്തായി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പാസ്പോർട്ട് കിട്ടിയാൽ ഞാൻ വെളിയിൽ പോകും. അപ്പം അത്ര നാൾ ജോലി ചെയ്യില്ല, മനസ്സിലായോ? അതിനെ പറഞ്ഞത് എന്താണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ടേക്സ് പ്ലേസ് ബിക്കോസ് പീപ്പിൾ സ്വിച്ച് ഓവർ ഫ്രം വൺ ജോബ് ടു അനദർ. In many cases, the tenure of job gets over and the workers remain unemployed till they get another job. അടുത്ത ജോലി കിട്ടുന്നത് വരെ, ഒരു ജോലി കഴിഞ്ഞ് അടുത്ത ജോലി. ചിലപ്പോൾ ചില ആളുകൾക്ക് പ്രൊജക്റ്റുകൾ ഉണ്ടാവും. ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞ് അടുത്ത പ്രൊജക്റ്റ് വരുന്നതിന് ചിലപ്പോൾ അവർ കാത്തിരിക്കേണ്ടി വരും, പ്രത്യേകിച്ച് IT കമ്പനിയിൽ. ദെൻ ചില ആളുകളുണ്ട് ഇവിടെ നിന്ന് നല്ല ജോലി ഉണ്ടെങ്കിലും അതൊക്കെ റിസൈൻ ചെയ്തിട്ട് വിദേശത്തോട്ട് പോകും. ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് പിറ്റേ ദിവസം ചിലപ്പോൾ പോകാൻ പറ്റില്ല. റിസിഗ്നേഷൻ കൊടുത്താൽ മാത്രമേ അവർക്ക് വിസക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇന്ററിം പീരീഡിൽ താൽക്കാലികമായിട്ട് ജോബ് ഇല്ലാതിരിക്കുന്നതിനെ പറയുന്നത് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. പിന്നെ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ചിലവരൊക്കെ ഇതുപോലെ മിസ്മാച്ച് ബിറ്റ്വീൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ജോബ്. ഇപ്പൊ നമുക്ക് അറിയാമല്ലോ, ദ സപ്ലൈ ഓഫ് എഞ്ചിനീയേഴ്സ് ഇൻ ഇന്ത്യ ഈസ് മച്ച് മോർ ദാൻ ഡിമാൻഡ്. അത് മാത്രമല്ല, ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇഷ്ടം പോലെ ആളുകൾ, മനസ്സിലായി, ആ ജോലിക്ക് വേണ്ടിയിട്ട് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾ പോലും, അല്ലെങ്കിൽ ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ പോലും അതിന് പോയി അപ്ലൈ ചെയ്യും. കഴിഞ്ഞ ദിവസം ഞാനൊരു വില്ലേജ് ഓഫീസിൽ പോയിട്ടുണ്ടായി. അപ്പോൾ ഒരു പെൺകുട്ടി അവിടെ നിന്നിട്ട് വളരെ സ്പീഡിൽ കമ്പ്യൂട്ടറൊക്കെ ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ വന്നിട്ടാണ് ഇത് പഠിച്ചത്? ഇല്ല സാറേ, ഞാൻ MSc ഇലക്ട്രോണിക്സ് ആണ്. അതിന് പഞ്ചായത്തിൽ ജോലി കിട്ടേണ്ട ഒരു കുട്ടിയല്ല. എൻ്റെ സ്കില്ല് വെച്ച് നോക്കുമ്പോൾ പഞ്ചായത്തിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ഒക്കെ ആളുകളുണ്ടെങ്കിൽ അത് മതി. ബേസിക് ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്, അല്ലെങ്കിൽ +2 ആയിരിക്കും. നേരത്തെയൊക്കെ 10ാം ക്ലാസ് ആണ്, ബാങ്കിൽ പോലും 10ാം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യത. അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ കൂടുതൽ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കാണുക അപ്ലൈ ചെയ്യും, അവർക്ക് അത് കിട്ടുകയും ചെയ്യും. അതുപോലെ TTC-കാരുണ്ട് ഇഷ്ടംപോലെ, ഈ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പാസ്സായ കുട്ടികൾ, അവർക്കൊന്നും ജോലിയും കിട്ടില്ല. കാരണം എന്താണ്? ഇതെല്ലാം BEd-കാരും PhD-കാരൊക്കെ എടുത്തിട്ട് പോകും ലോവർ LP സ്കൂളിൽ പഠിക്കാനായിട്ട്. അവസാനം അവർ നിയമം വെച്ചു, 7ാം ക്ലാസ് വരെ ടീച്ചേഴ്സിനെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ചില നിയമങ്ങൾ വരും. അപ്പൊ സ്കില്ലിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇത് വരും. പിന്നെ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്, നിങ്ങൾക്ക് അറിയാലോ, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് ബിക്കോസ് ഓഫ് ദ അപ്സ് ആൻഡ് ഡൗൺസ്, ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, റിസഷൻ, ഡിപ്രഷൻ. ഈ സമയത്തെല്ലാം അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റിന് കാര്യമായിട്ടുള്ള വ്യത്യാസം വരും. ഡ്യൂറിങ് ദർ ഈസ് സിമൾട്ടേനിയസ് ഡിമാൻഡ് ഫോർ ലേബർ. അപ്പോൾ ബിസിനസ് സൈക്കിളിൽ during the boom, economy increases demand for labor and unemployment decreases, whatever it, etc. Empirical data നമ്മുടെ സാധാരണ നമ്മുടെ പഠനങ്ങൾ, വിവിധ പഠനങ്ങൾ പറഞ്ഞത് ഇന്ത്യയിൽ 2020 138 കോടി ജനങ്ങളുണ്ട്. പക്ഷേ the total labor force is only 50 crores. മനസ്സിലായി? ടോട്ടൽ ലേബർ ഫോഴ്സ് ഒരു ബാക്കി എത്രയാണ്? 70 കോടി ജനങ്ങള് പിന്നെ ടോട്ടൽ ലേബർ ഫോഴ്സ്, ടോട്ടൽ ലേബർ ഫോഴ്സ് about 50 crores. The total labor force in India is only 50 crores. ബാക്കിയെല്ലാം ഒന്നിൽ റിട്ടയർഡ് പേഴ്സൺസ് ആയിരിക്കും, അല്ലെങ്കിൽ അസുഖം ബാധിച്ചവരായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസ് ആയിരിക്കും. Persons above 65 years, children below 15 years of age, therefore they should not be taken considered while comparing the size of the labor force. ഇനി ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഉണ്ട്. എന്താണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്? സൈസ് ഓഫ് ദ ലേബർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ദ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 16 to 64. അപ്പൊ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ മീൻസ് ഒരു രാജ്യത്തിൽ ഇറ്റ് ഡിഫേഴ്സ് അക്രോസ് ദ കൺട്രീസ്. വിവിധ രാജ്യങ്ങളിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ വ്യത്യാസമായിരിക്കും ഓവർ ടൈം. പക്ഷെ ഒരു രാജ്യത്ത് തന്നെ പല സമയങ്ങളിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ വളരെ വ്യത്യാസമായിരിക്കും. നമുക്കറിയാം, നമുക്ക് മെയിൽ ലേബർ ഫോഴ്സ് ഉണ്ട്, ഫീമെയിൽ ലേബർ ഫോഴ്സ് ഉണ്ട്. നമുക്ക് ഈ മെയിൽ പിന്നെ ലേബർ ഫോഴ്സും ഫീമെയിൽ ലേബർ ഫോഴ്സും തമ്മിൽ ദർ ഇസ് ഓൾവേസ് ജെൻഡർ ഗ്യാപ്പ് ഉണ്ട്. കാരണം എന്താ? മെയിൽ
labor participation rate of the male is always higher than the female participation rate of female labor force participation rate. Maybe due to cultural and structural issues. ഞാൻ ഇന്നലെ 2-3 കുട്ടികളെ കണ്ടു. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്, MBA പഠിച്ചിട്ടുണ്ട്, one is an MBBS also. ഞാൻ ചോദിച്ചപ്പോൾ എന്ത് ചെയ്യണം, സാറിന്റെ കല്യാണം കഴിഞ്ഞ് കുട്ടിയായി, ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. മനസ്സിലായോ? വി ഗിവ്സ് അറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ചൈൽഡിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് പിന്നെ സ്കോളർഷിപ്പ് കൊടുക്കുന്നതാണ്. സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെന്ന് അവർ എപ്പോഴും പറയുന്നതാണ്. രാഷ്ട്രീയത്തിൽ 1/3 ഷുഡ് ബി പിന്നെ മറ്റു മേഖലയിൽ പകുതി പേര് സ്ത്രീകളായിരിക്കണം. ബട്ട് ദിസ് ഈസ് ദ കേസ്. കല്യാണം വരുന്നൊരു ജോലിക്ക് പോകും, അതിനുശേഷം ചിലപ്പോൾ വീട്ടിലെ സാഹചര്യം കൊണ്ടാകും കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ കുട്ടികൾ നോക്കാൻ ആരും ചോദിക്കില്ല. ആരെങ്കിലും ഒരു ഹെൽപ്പേഴ്സ് പുറത്തുനിന്ന് വന്നെങ്കിൽ ഇവർക്ക് കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ ശമ്പളം അവർ ചോദിക്കും. സോ ഇറ്റ് ഈസ് ബെറ്റർ. കാരണം അമ്മയുടെ സ്നേഹം കൊടുക്കുക, അല്ല വല്ലവരെ സ്നേഹം. ഐ ഡോണ്ട് ഗോ ഫോർ വർക്ക് എന്നാണ് അവർ പറയുന്നത്. ഇനി ഫിലിപ്സ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1958 അന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ ഒരു പ്രൊഫസർ A.W. ഫിലിപ്സ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രബന്ധമാണ്. ദാറ്റ് ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ. അദ്ദേഹത്തിന്റെ ടൈം സീരീസ് ഡേറ്റ കണക്കിൽ എടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് ദ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ നോമിനൽ വേജ് റേറ്റ് ഫോർ ദ യുണൈറ്റഡ് കിങ്ഡം ഡ്യൂറിംഗ് ദ പീരിയഡ് ബിറ്റ്വീൻ 1861 to 57. ആ സമയത്തുള്ള ഒരു പഠനം നടത്തിയിട്ട് ഒരു റിലേഷൻഷിപ്പ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്ത് അദ്ദേഹം ഒരു ലീനിയർ ഇക്വേഷൻ എടുത്ത് W dot is equal to A minus BU. അതിനകത്ത് എയും ബിയും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ W dot the rate of wages increases because of the U is the rate of unemployment. എന്താണ് അപ്പോൾ ഫിലിപ്സ് പറയുന്നത്? There exists a stable and inverse relation, not positive relation, inverse demand theory പോലെ inverse relations between W dot and U, with the implication that lower the rate of unemployment is associated always with the higher rate of wage increase. നമ്മൾ പറഞ്ഞില്ലേ, വേജ് ഇൻക്രീസ് കൂടുമ്പോൾ വേജസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് കുറവായിരിക്കും. അപ്പോൾ അൺഎംപ്ലോയ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് കുറവാകുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് കൂടുകയും ചെയ്യും. അപ്പോൾ ലോവർ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹയർ റേറ്റ് ഓഫ് വേജ് ഇൻക്രീസ്. ദെൻ ഫിലിപ്സ് മെനി ഇക്കോണമിസ്റ്റ് ഇദ്ദേഹത്തിന്റെ ഒരു പിന്നെ പ്രബന്ധം സ്വീകരിക്കുകയും അതുപോലെ തന്നെ അവരുടെ രാജ്യങ്ങളിൽ ഈ ഒരു നയം നടപ്പിലാക്കുകയും ചെയ്യും. അപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റായി ഫിലിപ്സിന്റെ പിന്നെ പ്രബന്ധം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതായത് എന്താണ് പറയുന്നത്? there is a stable relationship between rising wage rate and rising price level. There is a stable relationship between rising wage rate and rising price level. എന്താണ് പറയുന്നത്? അപ്പോൾ സിമ്പിൾ ഇക്വേഷൻ ആണ് അദ്ദേഹത്തിന്റെ സിമ്പിൾ ഇക്വേഷൻ എസ്റ്റിമേറ്റഡ് ബൈ ഫിലിപ്സ് ആൻഡ് ദ യൂസ് ഓഫ് ഇൻഫ്ലേഷൻ, ദാറ്റ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് വേജ് റേറ്റ് ഇൻക്രീസ്. ഇൻ മെനി കേസസ് the scatter of plot of variables appeared to be a curve. The empirical studies reinforce the inverse relationship between the rate of inflation and the rate of unemployment, and the Phillips curve soon became an important tool of policy analysis for many countries. And the inverse relation between rate of inflation and the rate of unemployment. An economy cannot have both low inflation and low unemployment simultaneously. അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് ഇതാണ്. ഒരു രാജ്യത്തിന് ലോ ഇൻഫ്ലേഷനും അതേപോലെ തന്നെ ലോ അൺഎംപ്ലോയ്മെന്റും ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അൺഎംപ്ലോയ്മെന്റ് നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് ഒരു രാജ്യത്തിൽ they have to tolerate higher rate of wage increase and vice versa. അപ്പോൾ അൺഎംപ്ലോയ്മെന്റ് കുറക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യുക. That will actually and tolerate a higher rate of wage increase and vice versa. Then Phillips curve justifies a discretionary stabilization policy of the government. Suppose the economy is operating at U1 where the inflation rate is pi 1. Okay, now
if the inflation rate goes up, what will happen? Unemployment rate will come down to U2. But if you want the unemployment rate to come down, then you have to increase the inflation rate from 1. If inflation rate is low, then the unemployment rate is very high. If inflation rate is high, unemployment rate will shift from U1 to U2. One is in equilibrium year 1, A point, you have got U1 employment rate, U2 employment rate. When the inflation rate is high, we have got low unemployment rate. 1960-കളിലും 70-ലും ഫിലിപ്സ് കർവിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളായിട്ട് പോളിസി അനാലിസിസിന്, ഇക്കണോമിക് പോളിസി അനാലിസിസിൽ വളരെ ഉപകാരപ്രദമായിട്ട് ഉപയോഗിച്ച ഒരു കാര്യമാണ്. ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ്. അദ്ദേഹം പറയാണ് ഹൈ എംപ്ലോയ്മെന്റ് government could follow and expand during the period of high unemployment. ഒരു രാജ്യത്തിൽ കൂടുതൽ ആളുകൾ തൊഴിലില്ലായ്മയായി ഇരിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം? എക്സ്പാൻഷനറി പോളിസി എടുക്കണം. ഞാൻ പറഞ്ഞ റോഡുകളും മറ്റ് ഗതാഗതങ്ങളും മറ്റെല്ലാ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുക. ദ ഗവൺമെന്റ് ഷുഡ്, ഇക്കണോമിക്സിൽ പറയുന്നത് ദ ഗവൺമെന്റ് ഷുഡ് പമ്പ് ഇൻ മോർ മണി ഇൻ ടു സർക്കുലേഷൻ. അപ്പൊ അതിന്റെ മൾട്ടിപ്ലയർ ഇഫക്റ്റ് കൊണ്ട് അതിന്റെ ഇഫക്റ്റ് പല മടങ്ങ് കണ്ട് വർദ്ധിക്കുകയും അതുകൊണ്ട് ജനങ്ങൾക്ക് അതിന്റെ ഉപകാരം ചെയ്യും. വിച്ച് ലീവ്സ് മോർ മണി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പീപ്പിൾ. അപ്പൊ എന്താണ്? ഹൈ എംപ്ലോയ്മെന്റ് സമയത്ത് ഗവൺമെന്റ് മാറി നിൽക്കരുത്. അൺഎംപ്ലോയ്മെന്റ് കൂടുതലാണെങ്കിൽ ഗവൺമെന്റ് ഷുഡ് സ്റ്റെപ്പ് ഇൻ ആൻഡ് പമ്പ് ഇൻ മോർ മണി ഇൻ ടു സർക്കുലേഷൻ. അങ്ങനെ വരുമ്പോൾ ഈ എക്സ്പാൻഷൻ ഇൻ മോണിറ്ററി പോളിസി, ജനങ്ങളുടെ കൈവശം ഇത് കൂടുതൽ പണം വരും. ആൻഡ് it will accelerate the rate of inflation while lowering the unemployment. Unemployment തോത് കുറയുകയും ചെയ്യും. Then, during the periods of high inflation, the government could follow a contractionary economic policy. അപ്പോൾ inflation during the period of ആദ്യത്തെ നമ്മൾ പറഞ്ഞു during the period of high unemployment. During the period of high inflation, the government could follow എന്ത് ചെയ്യണം? Contractionary policies. മനസ്സിലായോ? വലിയ ഭീമമായിട്ടുള്ള ജംബോ പ്രോജക്റ്റുകളൊന്നും ഗവൺമെന്റ് ഏറ്റെടുക്കരുത്. ടാക്സിന് റേറ്റ് കൂട്ടുക, ഗവൺമെന്റ് ഡിസ്ക്രിഷണറി സ്പെൻഡിങ് കുറക്കുക. മനസ്സിലായോ? കോൺട്രാക്ഷണറി എക്കണോമിക് പോളിസി എന്തിനു വേണ്ടിയിട്ടാണ്? റിഡ്യൂസ് ദ ഇൻഫ്ലേഷൻ റേറ്റ്. The cost of such a policy, however, was supposed to be higher on the rate of unemployment. അപ്പൊ there is a trade off. അർത്ഥം പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം ഒരു കാര്യം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റേതെങ്കിലും കാര്യം നമുക്ക് നഷ്ടപ്പെടേണ്ടി വരും. അപ്പൊ പല ഇക്കോണമിസ്റ്റും അത് പറയുന്നത് there is a trade off between inflation and unemployment. ഒരു കാര്യം നമുക്ക് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം ചിലപ്പോൾ നമുക്ക് വേണ്ടാന്ന് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് സഫർ ചെയ്യും. The government could choose any combination of inflation rate and unemployment rate depending upon the Phillips curve സ്കോപ്പിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. 1970-80-കളിലും ഈ സച്ച് എ ബിലീഫ് ഗോട്ട്. പക്ഷേ ഈ തിയറി 1970-80 വരെ നിന്നുള്ളു. അതിനുശേഷം ഈ തിയറി പലവരും അവിശ്വസിക്കാൻ തുടങ്ങി. ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ഈ ഫിലിപ്സ് കർവിന്റെ പ്രിസ്ക്രിപ്ഷൻ, ഡോക്ടർ പറഞ്ഞ പോലെ അല്ല, പ്രിസ്ക്രിപ്ഷൻ ഡിഡ് നോട്ട് വർക്ക് അറ്റ് ഓൾ. പല രാജ്യങ്ങളും ഹൈ ഇൻഫ്ലേഷൻ ഉണ്ടായി, ഹൈ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായി. ആസ് അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ്ഡ്, ദർ വാസ് എ ലോവർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അൺഎംപ്ലോയ്മെന്റ് കൂടിയപ്പോൾ ഔട്ട്പുട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു. അങ്ങനെ പല രാജ്യങ്ങളിലും എന്തുണ്ടായി? സ്റ്റാഗ്ഫ്ലേഷൻ ഉണ്ടായി, സ്റ്റാഗ്നേഷൻ ഉണ്ടായി. When the governments tried to follow prescription of higher government expenditure so as to increase aggregate demand, the rate of inflation accelerated. അങ്ങനെ ഫിലിപ്സ് കർവ് 1980-ഓടുകൂടി അതിന്റെ പ്രാധാന്യം കുറഞ്ഞു. കാരണം എന്താണ്? those countries which followed this Phillips curve, they experienced what is known as a stagflation, a combination of inflation and stagnation. നമ്മൾ പറയുന്നത് stagflation എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ദ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് നമ്മൾ പറഞ്ഞു. ഫുൾ എംപ്ലോയ്മെന്റ് എന്താണെന്ന് പറഞ്ഞു. കാരണം എല്ലാ ജോലിക്കാരും, ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഓൾ വർക്കേഴ്സ് ഇൻ ദ ഇക്കോണമി ആർ എംപ്ലോയിഡ്. ദെൻ നമുക്കറിയാലോ
ഈ ഫുൾ എംപ്ലോയ്മെന്റ് നമുക്ക് പൂർണ്ണമായിട്ട് ഒരു രാജ്യത്തിന് ഫുൾ എംപ്ലോയ്മെന്റ് എത്തിയാൻ സാധിക്കുക. അത് വളരെ ഇമ്പോസിബിൾ ആണെന്ന് പറയുന്നത്. കാരണം എന്താണ്? വെൻ ആൻ economy is operating at a full employment level, we do not mean that there is zero unemployment. ഏതെങ്കിലും വിഭവങ്ങൾ അൺഎംപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ ഫുൾ എംപ്ലോയ്മെന്റ് മീൻസ് വേറെ പേരിന് വേണ്ടി മാത്രം പറയാന്നുള്ളതാണ്. ഏത് രാജ്യവും ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ എന്ന് പറയുമ്പോൾ we cannot imagine that there is zero unemployment. കാരണം എന്താണ്? Because of imperfections. There are a lot of imperfections in the market. നമ്മൾ പറഞ്ഞു market imperfection, perfect competition, monopoly, oligopoly, duopoly, അങ്ങനെയുള്ള market imperfections ഉണ്ട്. Then rigidities in the wages and prices. നമ്മൾ flexible അല്ല. Rigidities in the contract, long term contract കാരണം rigidities in wages and prices. Then പല ഫ്രിക്ഷൻസ് ഒരു രാജ്യത്തിൽ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ളതും പൊളിറ്റിക്കലായിട്ടുള്ള ഫ്രിക്ഷൻസ് ഇൻ ദ എക്കോണമി. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഒബ്റ്റെയിൻ സീറോ അൺഎംപ്ലോയ്മെന്റ്. ഇതാണ് പറയുന്നത്. ഈവൻ ദോ എ കൺട്രി ഈസ് വർക്കിംഗ് ഇൻ ഫുൾ എംപ്ലോയ്മെന്റ്, വി കനോട്ട് സേ ദാറ്റ് ദെയർ ഈസ് സീറോ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അറ്റ് എനി പോയിന്റ് ദ വർക്കേഴ്സ് ആർ ഇൻ ദ ട്രാൻസിഷൻ പ്രോസസ്. അപ്പൊ നമുക്ക് എന്താ നമ്മൾ പറഞ്ഞത്? ആ രാജ്യത്തിൽ എന്തുണ്ടാവും? ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും. അതേപോലെ തന്നെ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. എപ്പോഴാണ്? നമുക്ക് നമ്മളുടെ മാച്ചിങ് ആയിട്ടുള്ള സ്കില്ല് ഡിമാൻഡ് ഉണ്ട്, പക്ഷെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളില്ല. ഞാൻ പഠിപ്പിച്ച ഒരു കോളേജിൽ മനസ്സിലായോ, എനിക്കൊണ്ട് ഒരു 25 വർഷമായി, മിനിമം 25 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ടീച്ചറിന് വേണ്ടിയിട്ട് അഡ്വർടൈസ് ചെയ്യണേ. റെഗുലർ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റ്. ഇപ്പോഴും അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. MSc ഇഷ്ടം പോലെ ഉണ്ട്, സെറ്റ് പാസ്സായിട്ടില്ല, നെറ്റ് പാസ്സായിട്ടില്ല, അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഇല്ല. ഇത് കാരണം വി ഡോണ്ട് ഗെറ്റ് എനി റെഗുലർ ഹാൻഡ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇഷ്ടംപോലെ ആളുകൾ ജോലി അന്വേഷിച്ചാണ് പണ്ട്, പക്ഷെ ചില മേഖലയിൽ സ്കിൽഡ് ആയിട്ട് ആളുകളുടെ എണ്ണം കുറവാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ചില മേഖലയിലെ ആളുകളുടെയൊക്കെ റിട്ടയർമെന്റ് ഏജ് 60, 62, 65 വയസ്സൊക്കെ അങ്ങനെ അവരെ കിട്ടാനില്ല. മനസ്സിലായോ? അപ്പൊ എന്താ പറഞ്ഞാൽ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ നമ്മൾ ഒരു പുതിയൊരു കൺസെപ്റ്റ് ഉണ്ട്, നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. 1960 മിൽട്ടൺ ഫ്രീഡ്മാൻ, അതുപോലെ എഡ്മണ്ട് ഹെൽപ്സ്. Natural rate of unemployment takes into account the friction and imperfections in the economy and assumes that it is natural for an economy to have certain fraction of its labor force unemployed at any point of time. Milton Friedman പറയുന്നത് full employment രാജ്യത്തിലുണ്ടെങ്കിലും there is every possibility that ചെറിയ fraction of labor force unemployed ആയിരിക്കും. That any unemployment that is not normal could be due to ബിസിനസ് സൈക്കിൾ അല്ലെങ്കിൽ പോളിസി റിലേറ്റഡ് ആയിട്ടുള്ളത്. നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഈസ് ദ ടോട്ടൽ ഓഫ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഇൻ എൻ എക്കോണമി. ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ടീച്ചറിന്റെ ഒരു കാര്യം പറഞ്ഞു. ഇഷ്ടംപോലെ വേക്കൻസീസ് മറ്റ് മേഖലയിലുള്ളപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ടീച്ചേഴ്സ് വരുമ്പോൾ MSc അത് പലപ്പോഴും കിട്ടാറില്ല, സ്റ്റാറ്റിസ്റ്റിക്സിന് കിട്ടാറില്ല, MSc ഇൻ മാത്തമാറ്റിക്സ് ആയിരിക്കും. പിന്നെ അവർക്ക് ഒരു പേപ്പർ ഉള്ളത് കാരണം സ്റ്റാറ്റിസ്റ്റിക്സിന് 1-2 പേപ്പറിലാണ് അവർ പിടുത്തങ്ങൾ കിട്ടുന്നില്ല, ആളെ കിട്ടുന്നില്ല. അപ്പൊ ഇറ്റ് വേരീസ് അക്രോസ് ദ കൺട്രീസ് ആൻഡ് ഓവർ ദ ടൈം. നമ്മൾ പറഞ്ഞു the US economy, for example, the natural rate of unemployment is estimated to be between 3.5 and 4.5%. അതാണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഫിക്സ്ഡ് അൺഎംപ്ലോയ്മെന്റ്. അപ്പോൾ ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 3.5 തൊട്ട് 4.5 വരെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ അമേരിക്കൻ ഇക്കോണമി ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇക്കോണമിയാണ്, അവിടെ അൺഎംപ്ലോയിഡ് ആയിട്ടുണ്ട്. പലപ്പോഴും ഈ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് പല രാജ്യങ്ങളും അതിനെക്കുറിച്ച് ഇത് ചെയ്യുന്നില്ല. എക്സ്പെക്ടേഷൻസ് ഇൻ എക്കണോമിക്സ്. എക്സ്പെക്ടേഷൻസ് പ്ലേ നമ്മളൊക്കെ അറിയാമല്ലോ. നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. ഡ്യൂറിങ് റെയിനി സീസൺ ചിലപ്പോൾ നമ്മൾ താഴത്തോട്ട് മുന്നോട്ട് നോക്കും, ഇന്ന് മഴ പെയ്യുമോ, അല്ലെങ്കിൽ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഇന്ന് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്, ഇടിയോട് കൂടിയാവും, അല്ലാതെയും ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യത എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഒരു കുടയെടുത്ത് ചിലപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ ബാഗിൽ വെക്കും, ഒരു കുടയെടുത്ത് ആളുകൾ ചിലപ്പോൾ കൈ പിടിക്കും. കാരണം എന്താണ്, വൈകിട്ട് വരുമ്പോൾ ചിലപ്പോൾ മഴ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഫർദർ ഇഫ് യു എക്സ്പെക്ട് ദാറ്റ് ഇനി
ഭയങ്കര ഭീമമായിട്ടുള്ള മഴയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇമ്മീഡിയറ്റ് ആയിട്ട് ജോലി ചെയ്യുന്നിടത്ത് എനിക്കിന്ന് വരാൻ പറ്റില്ല, വെള്ളപ്പൊക്കമാണ് ഇവിടെ, എനിക്ക് വരാൻ പറ്റില്ല, നമ്മളതനുസരിച്ചുള്ള അറേഞ്ച്മെന്റ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ ഇക്കണോമിക് ഏജൻസികൾക്ക് ചില എക്സ്പെക്ടേഷൻസ് ഉണ്ട്. എന്താണ്? അബൌട്ട് ഇക്കണോമിക് വാട്ട് ആർ ദ മെയിൻ ഇക്കണോമിക് വേരിയബിൾസ് ഇൻ വിച്ച് ദ ഇക്കോണമിസ്റ്റ് ഹാവ് ഗോട്ട് എ ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻസ്. ഒന്ന് പ്രൈസസ്, ഡിമാൻഡ്, ഗവൺമെന്റ് പോളിസി, ഇതെല്ലാം നമ്മളുടെ വ്യക്തികളുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് സ്വാധീനിക്കുന്നു. അപ്പോൾ ഡിമാൻഡ്, ഒരു പ്രൊഡ്യൂസർ വിചാരിക്കണയാണ്, മനസ്സിലായോ? ഡിമാൻഡ് ഫോർ ഹിസ് പ്രൊഡക്ട്സ് വിൽ ഇൻക്രീസ് ഇൻ ദ കമ്മിങ് ഇയേഴ്സ്. അതനുസരിച്ച് അയാൾ അദ്ദേഹത്തിന്റെ പ്ലാൻ, വേൾഡ് കപ്പ് വരാൻ പോണേ, മനസ്സിലായോ? അപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടം പോലെ ഇതുണ്ട്. നമ്മൾ കണ്ടല്ലോ വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ കാർഡുകളൊക്കെ. അവിടുത്തെ ആളിലല്ല, പലതും പലരും പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. അപ്പൊ അവർക്കൊക്കെ അക്കോമഡേഷൻ, ഫുഡ്, മനസ്സിലായോ, സൗകര്യങ്ങൾ, യാത്രാ സൗകര്യം ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഹ്യൂജ് ഡിമാൻഡ് ഉണ്ടാവും. അപ്പൊ അതനുസരിച്ചുള്ള പിന്നെ തീരുമാനങ്ങൾ എടുക്കുകയും വേണം. എന്തൊക്കെയാണ്? ഇൻക്രീസ് കമ്മിങ് ഇയേഴ്സ് ഹി വുഡ് പ്ലാൻ ഹിസ് ടു ഇൻക്രീസ് ഹിസ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി. അപ്പോൾ പല പല മേഖലകളിൽ കൂടി 4 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൂടി ആകാം. എന്താണ്? സെവറൽ ഫാക്ടേഴ്സ്. ഒന്ന്, പോസിബിൾ അഡ്വാൻസസ് ഇൻ പ്രൊഡക്ഷൻ. അപ്പോൾ ചിലപ്പോൾ നിലവിലൊരു ടെക്നോളജി മാറ്റി പുതിയ ടെക്നോളജി കൊണ്ടുവരാൻ ചിലപ്പോൾ അദ്ദേഹം ശ്രമിക്കും. Then appearance of new substitutes that affect our for output. ചിലപ്പോൾ പുതിയ ഉൽപ്പന്നങ്ങൾ പകരമായിട്ട് ലക്സിന് പകരം ലക്സ് സോപ്പ് വരും. ഉദാഹരണം പറയുന്നത് ഏകദേശം വലിയ വ്യത്യാസമൊന്നുമില്ല, ബ്രാൻഡിന് മാത്രമേ വ്യത്യാസമുള്ളൂ, മനസ്സിലായോ? അത് വേറെ കമ്പനികൾ, പ്രത്യേകിച്ച് മെഡിസിന്, ചിലപ്പോൾ നമ്മൾ പോകുന്നത് റെഗുലർ ആയിട്ട് ട്രീറ്റ്മെന്റ് പോകണമെങ്കിൽ ചിലപ്പോൾ വേറെ പേരിലായിരിക്കും കിട്ടുന്നത്. ഒരു കുഴപ്പമൊന്നുമില്ല, അത് വേറെ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന. ഇതിന്റെ കോമ്പൗണ്ട് എല്ലാം ഒന്ന് തന്നെയാണ്. വേറെ കമ്പനി ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഓരോ പേരുണ്ടാക്കുന്നുണ്ട്. പ്രോസസ് പേറ്റന്റിങ് ഇല്ല, ബ്രാൻഡ് പേറ്റന്റ് മാത്രമേ ഉള്ളൂ. ഈ ബ്രാൻഡിൽ വേറെ ആർക്കും ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പ്രോസസ് പേറ്റന്റ് ഇല്ല. സോപ്പ് ഉൽപ്പാദിപ്പിക്കാം, ലക്സുകാർ ലക്സ് ഉൽപ്പാദിക്കും, ലക്സസുകാർ ലക്സസ് ഉൽപ്പാദിക്കും. ചിലപ്പോൾ രണ്ടിന്റെ മിക്സ് ചിലപ്പോൾ ഒന്നായിരിക്കും, വേറെ പേരിൽ മാത്രമേ അറിയപ്പെടുന്നുള്ളൂ. ദെൻ ചേഞ്ചസ് ഇൻ ഇൻഡസ്ട്രിയൽ ലേബർ പോളിസിയിലും ഇൻഡസ്ട്രിയൽ പോളിസിയിലും ടാക്സേഷൻ പോളിസിയിലും ഗവൺമെന്റിന്റെ ഒക്കെ ടാക്സേഷൻ പോളിസിയിലും അതുപോലെ തന്നെ റവന്യൂ കോസ്റ്റ് ഒക്കെ അഫക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും. ദെൻ വാർസ്, യുദ്ധങ്ങൾ, റഷ്യ യുക്രൈൻ വാർ. അതുകൊണ്ട് ലോകത്തിന് ഏതെങ്കിലും രീതിയിൽ കൂടി റഷ്യ യുക്രൈൻ വാർ അഫക്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ. ഈ ഇൻഫ്ലേഷൻ പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ റഷ്യ യുക്രൈൻ വാർ. ആർക്ക് വേണ്ടിയിട്ടാണ്, എന്താണ് അവരുടെ ഓരോരുത്തരുടെ ലക്ഷ്യം അറിയാൻ പാടില്ല. പ്രത്യേകിച്ച് ക്രൈസിസ്, ഓയിലിന്റെ ഒക്കെ ക്രൈസിസ് വരുന്നത് യുക്രൈനിലെ ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ, റഷ്യയിലെ ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ ലീഡേഴ്സ് സമ്മതിക്കുന്നില്ല. ദേ ഡോണ്ട് കം ടു എ കോംപ്രമൈസ്. ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് ഒരു ടേബിളിന്റെ ചുറ്റും നിന്ന് ഡിസ്കസ് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളു. ദെൻ പോസിബിലിറ്റീസ്. ഇനി ജോലിക്കാരൻ വിചാരിക്കുന്നതാണ്, ഈ എക്സ്പെക്ട് ദാറ്റ് ഈ ജോലി അടുത്ത കാലത്ത് തന്നെ there will be a lot of demand for labor, somewhat higher in the coming months. അയാൾ എന്ത് ചെയ്യും? he may try to hike his salary. കാർഡില് ശമ്പളം കൂടുതൽ വേണം എന്ന് പറയും. പക്ഷേ നേരെ മറിച്ച് നേരെ വിപരീതം തൊഴിലാളികൾ ചെയ്യും. ഡിമാൻഡ് ഫോർ ലേബർ കുറവാണെങ്കിൽ എന്ത് ചെയ്യും? അദ്ദേഹം പഴയ പോലെ തന്നെ അദ്ദേഹത്തിന് ജീവിച്ചു പോകണം, അദ്ദേഹത്തിന് ജോലി റിട്ടൈൻ ചെയ്യണം. Therefore, he may not ask for higher wages. If the workers expect that the prices of goods and services increase faster, then he would demand a higher wages. അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ വില ഇൻഫ്ലേഷന്റെ തോതിനെക്കാട്ടും കൂടുതലായിട്ട് വർദ്ധിക്കുകയാണെങ്കിൽ then he will demand for higher wages. അപ്പോൾ ഇൻഫ്ലേഷൻ ഈസ് ആന്റിസിപ്പേറ്റഡ് കറക്റ്റ്ലി, ദെൻ അവര് ഇൻഡിവിജ്വൽസ്, വ്യക്തികൾ പലവരും, ട്രേഡേഴ്സ് ആണെങ്കിലും വർക്കേഴ്സ് ആണെങ്കിലും ആരാണെങ്കിൽ തന്നെ they will actually take a precaution and adjust their future payments and receipts according to the rate of inflation in mind. അപ്പോൾ അൺഎക്സ്പെക്ടഡ് ഇൻഫ്ലേഷൻ പ്രൊവോക്സ് ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ. പെട്ടെന്ന് ഇൻഫ്ലേഷൻ കയറി വരിക, ഒരു യുദ്ധമൊക്കെ ഉണ്ടാകുന്നത് പെട്ടെന്ന് ആരും പ്രതീക്ഷിച്ചില്ല, അത് പ്രൊലോങ് ചെയ്യാനാണ്. അപ്പോൾ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബിറ്റ്വീൻ ഇൻകം ഗ്രൂപ്പ്സും. യൂഷ്വലി ദ വേജ് ഏർണിംഗ് ക്ലാസസ് ഹു ഹാവ് ഫിക്സഡ് ഇൻകം, നമ്മൾ പറഞ്ഞു, അവരായിരിക്കും ഫിക്സഡ് നോമിനൽ ഇൻകം, അവർക്ക് ലൂസേഴ്സ്. നേരെ മറിച്ച് റിയൽ വേജ് ഗെറ്റ്സ് ഡിറ്റോറിയേറ്റഡ് ഡ്യൂ ടു ദ പ്രൈസ് റൈസ്. ഇക്കോണമിസ്റ്റ് അവര് റെക്കഗ്നൈസ് ദ റോൾ ഓഫ് എക്സ്പെക്ടേഷൻസ് ഫോർ എ ലോങ് ടൈം. കെയ്ൻസ് പറയുന്നതാണ് ദി എക്സ്പെക്ടേഷൻസ് ഓഫ് പീപ്പിൾ സ്പീക്സ് അബൌട്ട് ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ഹിസ് അനാലിസിസ്.
കെയ്നീഷ്യൻ തിയറി തന്നെ എഴുതിയിട്ടുണ്ട്, എക്സ്പെക്ടേഷനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഈ ഒരു ബുക്കിൽ അനാലിസിസിൽ അദ്ദേഹം എക്സ്പെക്ടേഷനെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഫോർ എക്സ്പെക്ടേഷൻ ഇൻ എക്കണോമിക് തിയറി 1950കളിലാണ് യഥാർത്ഥത്തിൽ വരുന്നത്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട തിയറീസ് ഉണ്ട്. ഒന്ന് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ആൻഡ് റാഷണൽ എക്സ്പെക്ടേഷൻസ്. നോക്ക്, അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻസ് കുറെ ഫോർമുല കൊടുത്തിട്ടുണ്ട്. സൗകര്യമുള്ളവർ, സമയമുള്ളവർ ലാംഡ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? എപ്സിലോൺ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം എന്താണെന്ന് വെച്ചാൽ സൗകര്യമുള്ളവർ വായിച്ചു നോക്കുക. കാരണം ഞാൻ ഇത് എനിക്കിങ്ങനെ പറയാനേ പറ്റുള്ളൂ. എനിക്ക് ചോക്കിൽ ഇതുകൊണ്ടൊന്ന് എഴുതിയൊന്നും എനിക്ക് ബോർഡിൽ കാണിച്ചു തരാൻ പറ്റൂല. സോ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ടേക്സ് ഇൻ അക്കൗണ്ട് ദ പാസ്റ്റ് ബിഹേവിയർ ഓഫ് എ വേരിയബിൾ. അപ്പോൾ അവർ തീരുമാനം, ഞാൻ പറഞ്ഞ ഡിസിഷൻ എടുക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ദ പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നേരെ മറിച്ച് അടുത്ത ആളുണ്ട്, ഹു ആർ ദേ ആർ റാഷണൽ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അവരെന്താണ്? they take the assume the household and firms, and thus they consider not only the past trends but also the present and future trends of events also. നേരെ മറിച്ച് എന്താണ്? അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻസ് they take into account only the past behavior of a variable. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള വേരിയബിൾസ്, പ്രൈസസ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഡിമാൻഡ് എന്താണ്, എങ്ങനെയാണ് ബിഹേവ് ചെയ്തിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ അവർ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ഓക്കെ, അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ് സിമ്പിൾ ടു ഓപ്പറേറ്റ്. അത് പറയുന്നത് ഇറ്റ് ബ്രിങ്സ് ഇൻ ടു an important concept, that is the expectation into macroeconomics, thereby making it more realistic. രണ്ട് മേജർ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് ഈ അഡാപ്റ്റീവ് ഇതിനകത്ത് കാണുന്നത്. ഒന്ന് എന്താ ഹൈപ്പോത്തസിസിൽ കാണുന്നത്, ഒന്ന് ദ മോഡൽ അസ്യൂംസ് ദാറ്റ് പീപ്പിൾ ഡി നോട്ട് ലേൺ ഫ്രം പാസ്റ്റ് മിസ്റ്റേക്സ്. സാധാരണ എന്തുമാത്രം ഉണ്ടായിട്ടുണ്ടെങ്കിലും, മനസ്സിലായോ? കേരളത്തിനെ സംബന്ധിച്ച് ഒരു കാര്യം, ബാക്കി എന്ത് വേണമെങ്കിലും കാണിച്ചോ, പീപ്പിൾ വിൽ ഫോർഗെറ്റ്. അഡാനി വിഷയം തന്നെ. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഓഹരികൾ കയറിയത് അഡാനി ഗ്രൂപ്പിന്റെ ഷെയർസ് ആണ്. പീപ്പിൾ വിൽ ഫോർഗെറ്റ്. എവിടെന്നെങ്കിലും ഒരു പിന്നെ ഭയങ്കര ഹോട്ട് ന്യൂസ് കൊണ്ടുവരും, അതിനെ പിടിച്ച് പത്രക്കാരും മറ്റവരൊക്കെ പുറകെ പോകും. 2 ദിവസം കഴിയുമ്പോൾ 3 ദിവസം കഴിയുമ്പോൾ തളരും. ഇന്നിപ്പോ അദാനി ഗ്രൂപ്പിന്റെ ഷെയർസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇന്നത്തെ ഓഹരി മാർക്കറ്റിൽ. ഇന്ന് ഞാനിപ്പോ നോക്കിയപ്പോ അതെല്ലാം ഉയർന്നേക്കുന്നത്. പീപ്പിൾ വിൽ ഫോർഗെറ്റ്. എന്ത് തന്നിട്ടുണ്ടെങ്കിലും അഹങ്കാരം മാത്രമേ, അഹന്ത മാത്രമേ ജനങ്ങൾ മറക്കാതിരിക്കുകയുള്ളൂ. ബാക്കിയെല്ലാം എന്ത് സഹോദരന്മാർ തമ്മിൽ വഴക്കോ ഇതെല്ലാം മറന്നുപോകും. അഹന്ത ഒരു മനുഷ്യരും അത് പൊറുക്കില്ല, മറക്കുകയില്ല. Thus they consistently under the rate of inflation. If the actual rate of is more than the expected rate of inflation rate, then അതുപോലെ തന്നെ they consistently overestimate the rate of inflation. അതെന്താണ്? If the actual inflation rate is less than the expected inflation rate. Secondly, the model assumes that people base their expectation on past information. അപ്പോൾ അഡാപ്റ്റീവിന്റെ ഇതിന്റെ എന്താണ്? They based on their only past behavior only. They don't take into account the future and the present situations. It does not take into account the present or future events. For example, under adaptive and expectations, when government pursues an expansionary policy, people do not expect that inflation rate will go up. കാരണം എന്താണ്? പഴയ എക്സ്പീരിയൻസ് അവർ പഠിച്ചിട്ടില്ല. Similarly, when there is a natural disaster, drought, flood, ഇതെല്ലാം they do not expect that aggregate supply will decline and prices will go up. 2008 നമ്മളുടെ 2018 നമ്മുടെ വെള്ളപ്പൊക്കം, അതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾ സഫർ ചെയ്തു. മനസ്സിലായോ? നമ്മുടെ കഴിഞ്ഞ 3 വർഷത്തെ കോവിഡ്, അതുകൊണ്ട് people have forgotten all these things. They are behaving as if nothing has happened in their real life. ഇതെല്ലാം ആ സമയത്തുള്ള ഒരു ഹറിബറിയായിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിൽ വെക്കും. കുറച്ച് ആളുകൾക്ക് ഇന്നും ജോലി കിട്ടാത്ത ആളുകളുണ്ട്. ഇന്ന് കൊറോണ കൊണ്ട് സഫർ ചെയ്യുന്ന കുറെ ആളുകൾ ഇന്നും ഉണ്ട്. അവർ മാത്രമേ ഇതിനെക്കുറിച്ച് ഓർക്കുകയുള്ളൂ. അപ്പോൾ the limitations of adaptive expectations prompted the economists to look for alternative theory. അതിനെ പറഞ്ഞത് റാഷണൽ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത്. എന്താണ് റാഷണൽ എക്സ്പെക്ടേഷൻ? ഞാൻ പറഞ്ഞു, they consider not only the past trends but also the present and expected future trends also. According to rational expectations, people learn from past mistakes. People may be wrong in their forecast sometimes, but on an average they will correct.
ഇന്ന് മഴക്കാര് ഉണ്ടെങ്കിൽ ഇന്ന് മഴ പെയ്തില്ല, എന്നാലും തുടർച്ചയായിട്ട് മഴ പെയ്തിരുമ്പോൾ അപ്പോൾ അവർ വിചാരിക്കും ഇത് ശരിയാണ്, മഴക്കാരുണ്ടെങ്കിൽ കുട എടുക്കണമെന്ന് തന്നെ അവർ തീരുമാനിക്കുകയും ചെയ്യും. Then when aggregated errors there can be, മനസ്സിലായോ? ഇവിടെ ഈ ഇക്വേഷന് പറഞ്ഞത് there can be a lot of error that is known as E is എന്താണ് epsilon എന്നതിനെ പറഞ്ഞത് epsilon et. It is a scholastic error which expected value of 0, while some people may have positive errors in their forecast, others will have negative errors. അപ്പോൾ പോസിറ്റീവ് എറേഴ്സും നെഗറ്റീവ് എറേഴ്സും കൊണ്ട് ഏകദേശം ഇത് ക്യാൻസൽ ഔട്ട് ഇൻ ദ സെൻസ് ദാറ്റ് സം ഓഫ് പോസിറ്റീവ് എറേഴ്സ് വിൽ ബി ഈക്വൽ ടു സം ഓഫ് ദി നെഗറ്റീവ് എറേഴ്സ്. സെക്കൻഡ്ലി, എറേഴ്സ് ഡു നോട്ട് ഷോ എനി പാറ്റേൺ, കാരണം ദേ ആർ ഇൻ റാൻഡം.